ജമ്മു കശ്മീരിലെ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ബിജെപിയെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളിലാണ് അവസാന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇലക്ഷൻ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർ കൂടുതൽ ആത്മവിശ്വാസത്തിലുമാണ്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ തങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് ജമ്മു കശ്മീർ ബിജെപി അധ്യക്ഷൻ രവീന്ദ്ര റൈന അവകാശപ്പെടുന്നത്. ബിജെപി ജമ്മു കശ്മീരിൽ തനിച്ച് സർക്കാർ രൂപീകരിക്കും. PDPയുടെ മെഹബൂബ മുഫ്തി ഒരു കാരണവശാലും BJP സർക്കാരിന്റെ ഭാഗമാകില്ലെന്നും രവീന്ദർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ജമ്മു കശ്മീർ ഇലക്ഷൻ പ്രചരണത്തിനിടെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയ്ക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കത്വയിൽ ഒരു ഇലക്ഷൻ റാലിയെ സംബോധന ചെയ്യവേ 2 സീറ്റുകളിൽ മത്സരിക്കും ഒമർ അബ്ദുള്ളയ്ക്ക് ജനവിധിയിൽ പേടിയാണെന്നായിരുന്നു അമിത് ഷായുടെ പരിഹാസം. ഒമർ അബ്ദുള്ള വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് സ്വപ്നം കാണുകയാണ്. 2 ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. ഈ ഘട്ടത്തിലും നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തുടച്ചു നീക്കപ്പെടും. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി ലഭിക്കുന്നതുവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഒമർ സാഹിബ് പറയുമായിരുന്നുവെന്നും അമിത് ഷാ പറഞ്ഞു. പേടിച്ചാണ് ഇപ്പോൾ അദ്ദേഹം 2 സീറ്റുകളിൽ മത്സരിക്കുന്നതെന്നും ജമ്മു കശ്മീരിൽ തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് പാർലമെന്റിൽ താൻ വ്യക്തമാക്കിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. BJP ആവശ്യപ്പെടുമ്പോൾ മാത്രമേ അതിന് സാധിക്കൂവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു. ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35A എന്നിവയും ജമ്മു കാശ്മീരിന് പ്രത്യേക പതാകയും തിരികെ കൊണ്ടുവരണമെന്ന നാഷണൽ കോൺഫറൻസിന്റെ ആവശ്യത്തെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വ്യാഴാഴ്ച കോൺഗ്രസിനെ കടന്നാക്രമിച്ചിരുന്നു. നിയമസഭാ ഇലക്ഷന്റെ അവസാന ഘട്ടത്തിന് മുന്നോടിയായി ഏകം സനാതൻ ഭാരത് ദൾ പാർട്ടി BJP ലയിച്ചത് രാഷ്ട്രീയ സമവായങ്ങൾ തിരുത്തി കുറിക്കുന്നതായിരുന്നു. അങ്കുർ ശർമ്മയെയും ASBയിലെ മറ്റ് അംഗങ്ങളെയും BJPയിലേക്ക് സംസ്ഥാന നേതൃത്വം പ്രത്യേക പരിപാടിയിലൂടെയാണ് സ്വാഗതം ചെയ്തത്. കേന്ദ്രമന്ത്രിയും ജമ്മു കശ്മീരിന്റെ BJPയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള G കിഷൻ റെഡ്ഡി, BJP ദേശീയ ജനറൽ സെക്രട്ടറിയും ജമ്മു കശ്മീരിന്റെ ചുമതലയുള്ള തരുൺ ചുഗ്, പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സത് ശർമ്മ എന്നിവർ ചേർന്നാണ് പുതുതായി വന്നവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്. BJP കുടുംബം അനുദിനം വളരുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനസൗഹാർദ്ദ നയങ്ങൾ കാരണമാണ് ഇതെല്ലാം സാധ്യമാകുന്നതെന്നും BJP പറയുന്നു. ഏകം സനാതൻ ഭാരത് ദൾ BJP ലയിക്കുന്നത് ജമ്മു കശ്മീരിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അവർ വിശ്വസിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളിൽ നിന്നും പരിപാടികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ BJPയിൽ ചേർന്നതെന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചതെന്നും ശർമ്മ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി രാജ്യസ്നേഹികൾക്കൊപ്പം നിൽക്കുകയാണെന്നും വിഘടനവാദത്തിന്റെ നട്ടെല്ല് തകർത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ പാർട്ടിയായ BJPയിൽ ചേർന്നതെന്നും അദ്ദേഹം പറയുന്നു. പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും വ്യവസായിയുമായ ഗൗരവ് മഹാജനും വ്യാഴാഴ്ച തന്റെ അനുയായികൾക്കൊപ്പം BJPയിൽ ചേർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എല്ലാം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിലും രാഷ്ട്രത്തോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുമുള്ള മതിപ്പാണ് തന്നെ BJPയിലേക്ക് ആകർഷിച്ചതെന്ന് മഹാജൻ പറയുന്നു. മുൻ കോർപ്പറേറ്റും യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയുമായ ബൽവന്ത് ബല്ലു, PDP ജില്ലാ പ്രസിഡന്റ് ദീപേന്ദർ സിംഗ് റോമി എന്നിവരും കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്നിരുന്നു. പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വരുന്നവരെ ജമ്മു കശ്മീർ BJP വർക്കിംഗ് പ്രസിഡന്റ് സത് ശർമ്മയും ഡെപ്യൂട്ടി ഇൻചാർജ് ആഷിഖ് സൂദും ചേർന്ന് അംഗത്വം നൽകി സ്വീകരിച്ചിരുന്നു. പുതിയ അംഗങ്ങളുടെ കടന്നുവരവ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് BJP കരുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നുവെന്നും ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും BJP സ്വപ്നം കാണുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.